ഇന്ന് പുറത്തു വന്ന രണ്ട് ക്രിക്കറ്റ് ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ഒത്തുകളിയുമായി ബന്ധപ്പെട്ടതാണ്. ഒത്തുകളി അഴിമതിയിൽ 3 സൗത്ത് ആഫ്രിക്കൻ താരങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. താമി ലോൺബാബോ സോത്സോംബെ എന്നിവരെയാണ് 2016 അറസ്റ്റ് ചെയ്തത്. ശേഷം ഇവർക്ക് 5 വർഷത്തെ തടവാണ് അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ നാട്ടിലെ T20 മത്സരത്തിലാണ് ഒത്തുകളി നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ വാതുവെപ്പുകാരുമായിട്ട് സൗത്ത് ആഫ്രിക്കൻ താരങ്ങൾ സഹകരിക്കുകയായിരുന്നു. ശേഷം 2018 ജൂലൈയിൽ കസ്റ്റഡിയിലെടുത്ത ശേഷം അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച് താരങ്ങൾക്ക് അറസ്റ്റ് കൊടുത്തു. പിന്നീട് 5 വർഷത്തെ തടവാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ സൗത്ത് ആഫ്രിക്കൻ താരങ്ങൾ റിലീസായിരിക്കുകയാണ്. ഈ 3 താരങ്ങളെ വീണ്ടും സൗത്ത് ആഫ്രിക്കൻ ടീമിൽ തിരിച്ചെടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. സൗത്ത് ആഫ്രിക്ക എപ്പോഴും നല്ല ടീമായിരുന്നു. എന്നാൽ ഈ താരങ്ങളാണ് സൗത്ത് ആഫ്രിക്കൻ ടീമിന്റെ പേര് കളഞ്ഞത്, അതും ഒത്തുകളിയിലൂടെ. അടുത്തൊരു അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. സഞ്ജു T20യിൽ മികച്ച കളി കാഴ്ചവെക്കുന്നുണ്ട്. ഇനി ഇന്ത്യയുടെ അടുത്ത ICC ടൂർണമെന്റ് ചാമ്പ്യൻസ് ട്രോഫിയാണ്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് അത് നടക്കുന്നത്. പാകിസ്ഥാനിലാണ് ടൂർണമെന്റ്. ഇനി 3-4 മാസങ്ങളെ അതിനുള്ളൂ. ഇപ്പോഴത്തെ സഞ്ജുവിനെ വലിയ പണി കിട്ടിയിരിക്കുകയാണ്. BCCI ചാമ്പ്യൻസ് ട്രോഫിയിൽ സഞ്ജുവിനെ കളിപ്പിക്കില്ലെന്നാണ് റിപ്പോർട്ട്. അല്ലെങ്കിലും ICC ഇവന്റ് വരുമ്പോൾ സഞ്ജു സൈഡ് ബെഞ്ചിലാണ്. ഋഷഭ് പന്തിനെ തന്നെ ചാമ്പ്യൻസ് ട്രോഫിയിൽ കീപ്പറാക്കുമെന്നാണ് BCCI പറയുന്നത്. കോച്ച് ഗംഭീറും ഇത് ശരിവെക്കുന്നുണ്ട്. സഞ്ജുവിനി ട്രിപ്പിൾ സെഞ്ചുറി അടിച്ചാലും സഞ്ജുവിനെ ഒരിക്കലും ഇന്ത്യൻ ടീമിൽ മെയിനാക്കിയിട്ട് കളിപ്പിക്കില്ല. BCCIയുടെ ഫേവറേറ്റ് കിട്ട് ഋഷഭ് പന്ത് തന്നെയാണ്. സഞ്ജുവിനെ വീണ്ടും പണി കൊടുത്തിരിക്കുകയാണ് BCCI. കഴിഞ്ഞ T20 വേൾഡ് കപ്പിൽ സഞ്ജു സൈഡ് ബെഞ്ചിലിരുന്നു. ഒരു മാച്ചിൽ പോലും സഞ്ജുവിനെ കളിപ്പിച്ചില്ല. അല്ലെങ്കിൽ സ്കോഡിലെടുത്താൽ പന്തിനെയും സഞ്ജുവിനെയും മാറ്റി പരീക്ഷിക്കണം. എന്നാൽ സഞ്ജുവിനെ തഴഞ്ഞു. ഇപ്പോഴത്തെ ഇന്ത്യയുടെ അടുത്ത ICC ടൂർണമെന്റിൽ നിന്നും സഞ്ജുവിനെ ഒഴിവാക്കിയിരിക്കുകയാണ്. സഞ്ജുവിനെ ഇടയ്ക്കിടയ്ക്ക് പണി കൊടുക്കുകയാണ് BCCI. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.